വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ രണ്ടുപേരും കൂടി ബക്കറ്റൊക്കെ പിടിച്ചു പോണത് നമ്മൾ പൂത്തറ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അത്തത്തിന് മുമ്പ് ഞാൻ പൂത്തറ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഷോർട്സ് ഇടാൻ പറ്റി, ലോങ് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയും പോയി ഇതേ നമ്മുടെ വളപ്പിൽ നിറച്ച് ഉറുമ്പ് കുത്തിയ നല്ല മണ്ണ് കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ. ഈ മണ്ണാണ് കേട്ടോ നമ്മൾ പൂത്തറ ഉണ്ടാക്കാനും തൃക്കാക്കര ഉണ്ടാക്കാനും ഒക്കെ എടുക്കണത്. അപ്പോൾ ഇഷ്ടം പോലെ മണ്ണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുക്കുകയാണ്. ആ മണ്ണെടുക്കുമ്പോൾ ചെറിയ ഉറുമ്പ് കടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. നല്ലോണം മണ്ണുണ്ടായിരുന്നു, ഇഷ്ടം പോലെ മണ്ണുണ്ടായിരുന്നു. നല്ല തരി തരിയായിട്ടുള്ള, നല്ല സോഫ്റ്റ്, തരി തരിയായിട്ടുള്ള അല്ല, സോഫ്റ്റ് മണ്ണ്, കല്ലൊന്നും ഇല്ലാത്ത നല്ല മണ്ണ്. അത് കടിക്കണത് വീട്ടിലെടുത്തോണ്ട് എത്ര കാലായിട്ട് ഉണ്ടാക്കിക്കണതാന്നറിയോ ഈ കുടുംബം. ബക്കറ്റിന്റെ പിടി പൊട്ടി എന്റെ അമ്മ കൊല്ലും, അറിയിക്കണ്ട. മറ്റോളെടുക്ക് ഒക്കെ വെച്ചോ. പൊട്ടി അമ്മ പൊട്ടിക്കും. മണ്ണ് മണ്ണ് ഞങ്ങൾ രണ്ടുപേരും കൂടി മണ്ണൊക്കെ കൊണ്ടുപോയി അവിടെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇഷ്ടിക വേണം. അപ്പോൾ ഇഷ്ടിക എടുക്കാൻ പോയപ്പോഴേക്കും പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. രണ്ട് വലിയ ചേമ്പല, നല്ല രസമുണ്ടല്ലേ, ആനച്ചെവിയുടെ മാതിരിങ്ങനെയാണ്. അത് കഴിഞ്ഞ് കുട്ടനാണ് മറ്റേ ഇഷ്ടിക്കൊക്കെ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ കുട്ടത്തെ ഇഷ്ടിക്കൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആ വണ്ടിയിൽ കുഞ്ഞുസം കൂടി കയറിയിരിക്കുന്നുണ്ട്. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര വാശി പിടിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഇഷ്ടിക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൂത്തറ ഉണ്ടാക്കാനുള്ള പരിപാടികളിലേക്ക് തുടങ്ങാം. അപ്പോൾ അവിടെയാണ് കേട്ടോ പൂത്തറ ഉണ്ടാക്കണം, അമ്മയുടെ അവിടെ. അപ്പോൾ പൂത്തറ ഉണ്ടാക്കാൻ വേണ്ടി ഇഷ്ടിക്കൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഒരു വലിയ പൂത്തറ തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഓണത്തപ്പ കുടവയറ. അയ്യോ, എന്തൊക്കെ ഞാൻ കാണണം. പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് മഡാണ് നമ്മളിനി. ഇനി അന്ന് മോളിലേക്ക് എല്ലാരും കൂടി കാണിച്ച ഉദ്ഘാടനം വീണ്ടും. അയ്യോ മാറേ. മണ്ണ് കുഴക്കാനും പൂത്തറ ഉണ്ടാക്കാനും ഇഷ്ടം പോലെ ആൾക്കാരായിട്ടുണ്ട്. പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വന്നു പിന്നെ സുഖമായി അവരാണ് പണിയൊക്കെ ഏറ്റെടുത്തത്. മണ്ണ് കുഴക്കണ പണി പറയേണ്ടതില്ലല്ലോ, അവർ തന്നെ കുഴച്ചോളും. എന്താ ഇഷ്ടം മണ്ണിൽ കുത്തി പറയാൻ. അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങളുടെ പൂത്തറ സെറ്റായിട്ടുണ്ട്. വലിയ പൂത്തറ തന്നെ സെറ്റായിട്ടുണ്ട്. ഇനി 10 ദിവസത്തേക്ക് ഇവിടെ പൂക്കളം വിരിയും കേട്ടോ. അങ്ങനെ പൂത്തറ നല്ല സോഫ്റ്റ് മണ്ണായ കാരണം തരിയൊന്നും ഇങ്ങനെ കല്ലൊന്നും ഇല്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ പൂത്തറ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടിക ഇടുക, അതിൻ്റെ മുകളിൽ ഈ മണ്ണും ഇങ്ങോട്ട് വെച്ച് കൊടുത്തപ്പോഴേക്കും നന്നായി സെറ്റായിട്ടുണ്ട്. ഈ മെഴുകിയ മാതിരി നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൂത്തറ. അപ്പോൾ ഇനി നാളെ വരെ മഴ പെയ്യാണ്ടിരുന്നാൽ നല്ല സെറ്റായിക്കോളും. അപ്പം മഴ പെയ്യാണ്ടിരിക്കാൻ ഞങ്ങൾ ലാസ്റ്റ് ചാക്കൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഫിനിഷിങ്ങിൻ്റെ പരിപാടി ഉണ്ട്. ഇത് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം ഫിനിഷ് ചെയ്ത് ആഹാ എന്താല്ലേ ലുക്ക്. അങ്ങനെ പൂത്തറയൊക്കെ മിനുക്കി എടുത്തിട്ട് കുട്ടികളെ വിളിച്ച് ഫോട്ടോ എടുക്കാൻ ഇരുത്തിപ്പോൾ ഒരാളിരുന്ന് കാണിക്കണുണ്ടോ അവിടെ കുഴി ഉണ്ടാക്കിയിരുന്നു. പിന്നെ അതിനെ ഓടിച്ചിട്ട് അത് ഒളിച്ച് കളിക്കായിരുന്നു കേട്ടോ. മണ്ണിൽ കുളിച്ച് കുഞ്ഞൂസ് ചെളി കിടന്ന് ആർമാദിച്ചിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് അവളെ ചെളിയിൽ തന്നെയായിരുന്നു കളി കേട്ടോ.
അത് മറ്റേ മോളിലേക്ക് വെക്കൂടെ നടക്ക് നടക്ക് അതെ അടുത്ത് എടുത്തിടേ പാവം ഇവിടെ ഏറ്റവും കൂടുതൽ പണിയെടുക്കണതാണ് കുഞ്ഞു കുഞ്ഞു പണിയെടുത്ത് ക്ഷീണിക്കാം അയ്യോ വേണ്ട വേണ്ട കൈ പോയിട്ടെടുക്കും അയ്യോ ഇങ്ങനെ പിടിക്കും ആ അത് വീഴാനുള്ളതാ കേട്ടാ കുഞ്ഞു എടുക്കു അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വൈകുന്നേരം പൂത്തറയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. മണ്ണ് കൊണ്ടിടലും മിഷ്ടി എടുക്കലും ചെളി കുഴയ്ക്കലും അങ്ങനെ എല്ലാവരും തിരക്കിലായിരുന്നു. അങ്ങനെ പൂത്തറ അങ്ങനെ ഫിനിഷിങ് ആയപ്പോൾ ദേ കുട്ടികളെല്ലാവരും കൂടിയും കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉന്തുവണ്ടിയും കൊണ്ടാണ് അവരുടെ കളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ